എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് നമ്മുടെ കെമിസ്ട്രിയിൽ മിക്കവാറും ഉള്ള എക്സാമിനെല്ലാം ക്വസ്റ്റ്യൻസ് കാണപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കെമിക്കൽ കൈനറ്റിക്സ്. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് കവർ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കെമിക്കൽ കൈനറ്റിക്സ്. എന്താ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്? ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ദെയർ മെക്കാനിസം. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വെലോസിറ്റി, എത്ര വേഗത്തിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്, അതിൻ്റെ റേറ്റിനെ കുറിച്ചും എങ്ങനെയാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് അതിൻ്റെ മെക്കാനിസത്തിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു എന്താ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് റേറ്റിനെ കുറിച്ച്, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ? റേറ്റ് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. നമുക്കറിയാം, നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ റിയാക്റ്റൻസിനെ റിയാക്റ്റൻ 1, റിയാക്റ്റൻ 2 റിയാക്റ്റൻസിനെ കമ്പൈൻ ചെയ്ത് എന്താക്കി മാറ്റുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് ടൈം കഴിയുമ്പോൾ എത്ര റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷന് ചേഞ്ച് വന്നു? അപ്പോൾ ആദ്യം 10 മോളാറാണ് നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് അതിൻ്റെ കോൺസെൻട്രേഷന് എത്ര ചേഞ്ച് വന്നു? അപ്പോൾ എത്രത്തോളം റിയാക്റ്റൻസ് കുറയുന്നു അത്രത്തോളം റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻ്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈം ഇൻ്റർവെല്ലിൽ കോൺസെൻട്രേഷൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെയോ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിനെ നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആവറേജ് റേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആവറേജ് റേറ്റിന് നമ്മളൊരു റിയാക്ഷൻ എടുക്കുകയാണ്, റിയാക്റ്റൻസ് ഗിവിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ റേറ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻറ്റ്. ഒന്നെങ്കിൽ റിയാക്റ്റൻറ്റ് ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യുന്ന റേറ്റിന് തുല്യമായിരിക്കും, അല്ലെങ്കിലോ പ്രോഡക്ട്സ് അപ്പിയർ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷൻ നടന്ന് തുടങ്ങി കഴിയുമ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പകരം എന്തായിരിക്കും? അവിടുത്തെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും. ഇനി അതിൻ്റെ റേറ്റിൻ്റെ ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. അപ്പോൾ ഇതാണ് എന്താ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ എന്താ? പ്രോഡക്ട്സിൻ്റെ അപ്പിയറൻസ് അല്ലേ? പ്രോഡക്ട്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ്, അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടുത്തെ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. ഇതാണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ ഉപയോഗിച്ചിട്ടാണ് ആവറേജ് റേറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു രീതിയിലും കൂടെ റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്താ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻ്റ് ഓർ പ്രോഡക്റ്റ് ഇൻ
ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്, ഒരു വളരെ ചെറിയ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ കൺസിഡർ ചെയ്ത് ഇവിടെ ഈ എ മോളിക്യൂൾ ഓഫ് എയും ബി മോളിക്യൂൾ സ്മോൾ ബി മോളിക്യൂൾ ഓഫ് ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സി സ്മോൾ സി മോളിക്യൂൾ ഓഫ് സി ആൻഡ് ഡി മോളിക്യൂൾസ് ഓഫ് ഡി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വളരെ ചെറിയ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ അതിനെ ഡെൽറ്റയെക്കാട്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഡി വെച്ചിട്ടാണ് ആ ഒരു റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് മുന്നേ കിടക്കുന്ന ഈ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ എഴുതും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടോട്ട് ഞാൻ ഒന്നും കൂടെ എഴുതാം. എന്താ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്താം? റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പ്രോഡക്റ്റ് റിയാക്റ്റൻസിൻ്റെ എഴുതാം. റിയാക്റ്റൻസിൻ്റെതായതുകൊണ്ട് ഡിസപ്പിയറൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്തു. പിന്നെയോ ഇവിടെ വരുന്ന കോഎഫിഷ്യൻറ്റിനെ നമ്മൾ 1 ആയിട്ടാണ് എഴുതുന്നത്. സോ 1/a. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിനെ എങ്ങനെയാണ് എഴുതുന്നത്? d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ. ഇങ്ങനെയാണ് നമ്മൾ റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? എനി വൺ, നോക്കിയേ, എനി വൺ ഓഫ് ദ റിയാക്റ്റൻറ്റ്. നമ്മൾ രണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും സമ്മോ പ്രോഡക്റ്റോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എനി വൺ ഓഫ് ദ റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ എനി വൺ ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. സോ എയുടെ ഡിസപ്പിയറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ ഒരു റിയാക്റ്റൻറ്റ് കൂടി ഉണ്ടല്ലോ, മൈനസ് 1/b ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് B. That is equal to 1/c ഇൻറ്റു ഇവിടെ എന്താ? ഇവിടെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ആണ് അല്ലേ. പ്രോഡക്റ്റ് എന്താ? സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് അപ്പിയർ ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ഇടണ്ട? മൈനസ് ഇടണ്ട, പകരം പോസിറ്റീവ് ആണ്. സോ 1/c ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സി വിച്ച് ഈസ് ഈക്വൽ ടു 1/d ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇതാണ് നമ്മളുടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും പറഞ്ഞു, ആവറേജ് റേറ്റും നമ്മൾ പറഞ്ഞു. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നമ്മളുടെ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും എന്താ നേച്ചർ, റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഓരോ നേച്ചർ അനുസരിച്ച് നമ്മുടെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. പ്രഷർ ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണെങ്കിലാണ് പ്രഷറിന് എന്നുള്ളത് പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താ? കാറ്റലിസ്റ്റ്. അത് ഓൾറെഡി നമുക്കറിയാം. റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ആരാ? നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആരാ? പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ. ലൈറ്റും റേഡിയേഷനും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എനർജിക്ക് ചേഞ്ച് വരും അല്ലേ. അപ്പോൾ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ മെക്കാനിക്കൽ എഫക്ട്സ് സച്ച് ആസ് ഷേക്കിംഗ് ഓർ സ്റ്റിറിങ്. നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ വളരെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും, ഒന്ന് ഷെയ്ക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റിറിങ്, ഷെയ്ക്കിംഗ് പോലുള്ള മെക്കാനിക്കൽ എഫക്റ്റും എന്ത് ചെയ്യാറുണ്ട്? റേറ്റിനെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് പറഞ്ഞു, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, ആവറേജ് റേറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്
യൂണിറ്റ്സ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ്റെ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് റേറ്റ് ലോ എന്താണെന്ന് നോക്കാം. റേറ്റ് ലോ എന്താണ്? നമ്മളുടെ റേറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേറ്റ് ലോ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു റേറ്റ് ഇക്വേഷൻ എഴുതുന്നത്? അപ്പോൾ നമ്മളിതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. A plus B gives C plus DD. നമ്മൾ നേരത്തെ എടുത്ത സെയിം റിയാക്ഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് എക്സ്പ്രഷൻ, റേറ്റ് ലോ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു റേറ്റ് ലോ എക്സ്പ്രഷൻ, ദ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? റേറ്റ് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ അക്കോർഡിംഗ് ടു റേറ്റ് ലോ. അപ്പോൾ നമുക്ക് റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A raised to X into concentration of B raised to Y. Clear ആയോ? Concentration of A raised to X into concentration of B raised to Y. Proportionality sign മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻറ്റു ചെയ്തു. ആ കോൺസ്റ്റന്റ് ഏതാണ്? K ആണ്. K വിളിക്കുന്ന പേരെന്താ? റേറ്റ് കോൺസ്റ്റന്റ്. K എന്താ? റേറ്റ് കോൺസ്റ്റന്റ്, where K is the റേറ്റ് കോൺസ്റ്റന്റ്. ഇനി ഇവിടുത്തെ എക്സും വൈയും ആരാ? എക്സ് ആൻഡ് വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി. ദാ ഈ എക്കും ബിയോടും ഈക്വൽ ആകാം, ഈക്വൽ ആവാതെയും ഇരിക്കാം. അതിനൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എയുടെ പവറായിട്ട് വരുന്നതും ബിയുടെ പവറായിട്ട് വരുന്ന ആൾക്കാർ ഇവിടുത്തെ എയുടെ കോഎഫിഷ്യന്റ് ആകാം, ആകാതെയും ഇരിക്കാം. എന്തുവാണെങ്കിലും നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ ആണ്. അപ്പോൾ നമ്മൾ ഏതൊരെണ്ണത്തിൻ്റെയും നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നോക്കേണ്ട കാര്യമില്ല, പകരം എന്തിൻ്റെ മാത്രം മതി? നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? റേറ്റിന് നമുക്ക് K ഇൻറ്റു A റേസ് ടു എക്സ് ഇൻറ്റു B റേസ് ടു വൈ എന്ന് എഴുതാം. ഓൾറെഡി നമുക്ക് റേറ്റ്, നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ ആവറേജ് റേറ്റ്? മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R. കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും റേറ്റ് ആണ്, അല്ലേ? ഇതും റേറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഇപ്പം നമ്മൾ റേറ്റ് ലോ വെച്ചിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാലോ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? മൈനസ് d/dt ഓഫ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു എക്സ് ഇൻറ്റു B റേസ് ടു വൈ. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഇനി നമ്മളുടെ ഈ പവർ കണ്ടോ? ഈ പവറുകളുടെ സം ആരാ? ഈ പവറുകൾ, ഈ എക്സിൻ്റെയും വൈയുടെയും കൂടെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. എന്താ? ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദി പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന്റെ പവറുകളുടെ സം. ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയത് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു എക്സ് ഇൻറ്റു B റേസ് ടു വൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഈ റേറ്റ് ലോ എക്സ്പ്രഷനിൽ എയുടെ പവറും ബിയുടെ പവറിൻ്റെയും കൂടെ സം. സോ ഓർഡർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതാണ് എന്താ? ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓർഡറിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? ഓർഡറിൻ്റെ വാല്യൂ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, ഈവൻ ഫ്രാക്ഷൻ വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഏതാ? 1/2, 3/2, 5/2 പോലുള്ള ഫ്രാക്ഷൻസും വരാൻ എന്താണ്? പോസിബിൾ ഉണ്ട്. എന്ത്? ഓർഡർ മേ ബി 0, integral or half integral value, and it is an experimental quantity. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ്റെ A giving
BB എങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഎഫിഷ്യന്റ് തന്നെ ആകണമെന്നില്ല നമ്മളുടെ റേറ്റ് ലോയിൽ എഴുതുന്ന കോഎഫിഷ്യന്റ്. കാരണം എന്താ, ഇതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഒരു എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ ഇതിന്റെ ആ ഒരു പവർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അതുപോലെ മേ ചേഞ്ച് വിത്ത് കണ്ടീഷൻ ഓഫ് റിയാക്ഷൻസ്. റിയാക്ഷൻസിന്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യാം, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരാളാണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. എന്താ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ? എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ എ സ്റ്റെപ്പ് ലീഡിങ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര മോളിക്യൂൾ ആണ് ഇവിടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? അതിനെന്ത് ചെയ്താൽ മതി, ഈ BRന്റെ കോഎഫിഷ്യന്റ് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് BR2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ റേറ്റ് ലോ എഴുതുമ്പോൾ ഇവിടെ 1 ആണ് വന്നത് ആണേ. അപ്പോ ഇവിടെ ഈ റേറ്റ് ലോയുടെ കോഎഫിഷ്യന്റ് എന്താണോ, ഇതാണ് ഓർഡർ. ഇതാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷനകത്ത് എത്ര മോളിക്യൂൾ പങ്കെടുക്കുന്നു, നമ്മൾ നേരത്തെ കേസിൽ എയും ബിയും അല്ലെ, അതിന്റെ സമ്മാണ് എന്ത്, മോളിക്കുലാരിറ്റി. എത്ര മോളിക്യൂൾസ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ എത്ര മോളിക്യൂൾ പങ്കെടുത്തു, 2 മോളിക്യൂൾ HI പങ്കെടുത്തു അല്ലെ. അപ്പൊ ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്രയാ വരുന്നത്, 2 ആണ് വരുന്നത്. ഇനി നോക്കി, ഇതാണ് ഇതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷൻ നോക്കി, ഇവിടെ ഈ കോൺസെൻട്രേഷന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ കെമിക്കൽ റിയാക്ഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലെ. ഇത് സെക്കൻഡ്, ഇവിടെ 2 വന്നതുകൊണ്ട് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇവിടെ 2 മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താണ്, ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആണ്. എന്നാൽ ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആവാത്ത റിയാക്ഷൻസും പോസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത് A and B and X and Y may or may not be equal to 0 എന്ന്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു മോളിക്യൂൾ ആണ് ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ ഒരു റിയാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കാം. എന്താ, യൂണിമോളിക്കുലാർ റിയാക്ഷൻ. അപ്പോ ഇതെന്താ, യൂണിമോളിക്കുലാർ റിയാക്ഷൻ ആണ്. ഇവിടെ റേറ്റ് ലോ എക്സ്പ്രഷന്റെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ 1 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി ഇവിടെ നോക്കി, ഇവിടെ 2 മോളിക്യൂൾ ആണ് ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തത്. സോ ഈ റിയാക്ഷൻ എന്ത് വിളിക്കാം, ബൈ മോളിക്കുലാർ റിയാക്ഷൻ. എന്താ, ബൈ മോളിക്കുലാർ റിയാക്ഷൻ. ഇവിടെ നോക്കി, ഇവിടെ എന്താ, 2 മോളിക്യൂൾസ് ആണ്. ഇവിടുത്തെ പവർ എത്രയാണ്, 2 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ ഏത് ഓർഡർ എന്ന് വിളിക്കാം, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കി, ഇവിടുത്തെ കേസിൽ ഇവിടെ 2 മോളിക്യൂൾ അല്ലെ, 2 മോളിക്യൂൾ NOയും 1 മോളിക്യൂൾ O2മാണ് ഈ ഒരു റിയാക്ഷനിൽ പങ്കെടുത്തത്. സോ ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്രയാണ്, 3 ആണ്. 3 മോളിക്യൂൾസ് ആണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്രയാ, 3 ആണ്. സോ ട്രൈ മോളിക്കുലാർ കെമിക്കൽ റിയാക്ഷൻ ആണിത്. എന്താ, ട്രൈ മോളിക്കുലാർ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ നോക്കിയേ, റേറ്റ് ലോ എക്സ്പ്രഷൻ K into NO raised to 2 into concentration of O raised to 1. അപ്പൊ നോക്കി, ഇതിന്റെ ഓർഡർ എത്രയായിരിക്കും, 2 + 1 ആണ്, = 3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത 3 കേസിലും ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആണ് എന്ന് കരുതി എല്ലാ കേസിലും എന്താണെന്നില്ല, സെയിം ആകണം എന്നില്ല, ഡിഫറെന്റ് ആവുന്ന കേസുകളും ഉണ്ട്. സോ ഇതെന്താണ്, ട്രൈ മോളിക്കുലാർ ആണ്. ഇത് ഏത് ഓർഡർ ആണെന്ന് പറയാൻ നമുക്ക്, തേർഡ് ഓർഡർ റിയാക്ഷൻ. തേർഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ ഓർഡർ എന്താന്ന് പറഞ്ഞു, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്താണെന്നും പറഞ്ഞു ആണല്ലോ. ഇനി എന്താണ് എലമെന്ററി റിയാക്ഷൻ? വാട്ട് ഡു യു മീൻ ബൈ എലമെന്ററി റിയാക്ഷൻ?
ഒരു റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലമെന്ററി റിയാക്ഷൻ. ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആവുന്ന പ്രോസസ്. ഫോർ എക്സാമ്പിൾ, എ ഗീവ്സ് ബി. ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലമെന്ററി റിയാക്ഷൻ. ഇനി അടുത്ത നോക്കിയ കോംപ്ലക്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻ എന്തായിരിക്കും? റിയാക്ഷൻ ഇൻവോൾവിങ് എ സീക്വൻസ് ഓഫ് എലമെന്ററി റിയാക്ഷൻ. കുറേ അധികം റിയാക്ഷൻ അല്ലെങ്കിൽ കുറേ അധികം സ്റ്റെപ്പ് വഴിയാണ് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, എ പ്ലസ് ബി എന്തായിട്ട് മാറി? എ ബി ആയിട്ട് മാറി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? എ ബി സി യു ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എ സി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താ? രണ്ട് സ്റ്റെപ്പിലായിരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത് വിളിക്കാം? എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി നമുക്ക് യൂണിറ്റ്സ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, റേറ്റ് ഓഫ് എ റിയാക്ഷന്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റേറ്റിലോ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാം അല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ആണേ. ഇതിൽ നമ്മൾ യൂണിറ്റ് നോക്കാൻ പോകുന്നത് ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് റേറ്റിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടുന്ന് നമുക്ക് റേറ്റ് എന്താണെന്ന് മനസ്സിലായി. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ആണെന്ന് മനസ്സിലായി ആണല്ലോ. ഇവിടെ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ബൈ, ഇവിടുത്തെ കേസിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇതല്ലേ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഓരോന്നിന്റെ യൂണിറ്റ് നോക്കാം. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ ബൈ ടൈം. ഇത് ഏതിന്റെ യൂണിറ്റാ? റേറ്റിൻ്റെതാണ് കേട്ടോ. കോൺസെൻട്രേഷൻ ബൈ ടൈം ഇൻറ്റു ഇവിടെ എന്തുണ്ട്? കോൺസെൻട്രേഷൻ ബൈ ടൈം ഇൻറ്റു ഇവിടെ എന്താ? ഇത് രണ്ടും കോൺസെൻട്രേഷൻ അല്ലേ? കോൺസെൻട്രേഷൻ ടേംസ് ആണ്. സോ എന്ത് ചെയ്യാം? നമുക്കിവിടെ 1 ഇവിടെ 1 ആണേ. 1 കോൺസെൻട്രേഷൻ റേസ് ടു n ടൈംസ്. ഇവിടെ ആണെങ്കിലോ ഇവിടെ രണ്ട് മോളിക്യൂൾസ് ആണ് അല്ലെ? എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? n ടൈംസ് എന്ന് എഴുതാം ആണല്ലോ. അപ്പൊ ഇത് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടുത്തെ എന്നുമായിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും എന്താ യൂണിറ്റ് നമുക്ക് കിട്ടും. നോക്കിയേ, ഇവിടെ നോക്കിയേ, സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? മോൾസ് പെർ ലിറ്റർ ആണ് അല്ലെ? മോൾസ് പെർ ലിറ്റർ ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. ഇൻറ്റു 1 മോൾസ് പെർ ലിറ്റർ 1 മോൾസ് പെർ ലിറ്റർ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ആണ് ആണേ. സീറോ ഓർഡർ റിയാക്ഷൻ ആവുന്ന സമയത്ത് ഇവിടെ റേസ് ടു 0 ആണ്. റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? അപ്പൊ എന്തായി പോയി? ഈ ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. പകരം എന്തൊക്കെയുണ്ട്? മോൾ ഉണ്ട്, ലിറ്റർ റേസ് ടു -1 ഉണ്ട്. ഈ സെക്കൻഡ് അങ്ങ് മുകളിൽ പോയപ്പോ എന്തായി? സെക്കൻഡ് റേസ് ടു -1 ആയി. അപ്പോ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണെന്നാ കിട്ടിയത്? മോൾ, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ എന്താ വരുന്നത്? റേറ്റ് ബൈ കോൺസെൻട്രേഷൻ റേസ് ടു 1 അല്ലേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ കോൺസെൻട്രേഷൻ റേസ് ടു 1 ആണ് വരുന്നത്. അപ്പോൾ 1 ആവുമ്പോൾ റേറ്റിന്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ബൈ ടൈം എന്ന് പറയുന്നത് ടി ആണ്, ഇൻറ്റു കോൺസെൻട്രേഷൻ ബൈ മോൾ റേസ് ടു -1 ദ ഹോൾ റേസ് ടു 1 ആണ് ആണല്ലോ. അപ്പോൾ ഇവിടെയും ഒരു മോൾ റേസ് ടു -1, ഇവിടെയും ഒരു മോൾ റേസ് ടു -1, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാരാണെന്ന് മനസ്സിലായി? ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? സെക്കൻഡ് റേസ് ടു -1 ആണ്. അടുത്ത് നോക്കി, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോഴോ ഇത് റേറ്റിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെയോ ദ മോൾ ലിറ്റർ റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ? രണ്ട് ഓർഡർ 2 ആയതുകൊണ്ട് കോൺസെൻട്രേഷന്റെ പവർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഇവിടുത്തെ ഒരാളും കൂടെ വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്?
മോൾ താഴെ കിടക്കല്ലേ, അപ്പൊ മോൾ മുകളിലേക്ക് പോകുമ്പോൾ മോൾ റേസ് ടു -1, ലിറ്റർ റേസ് ടു -1 മുകളിലേക്ക് പോകുമ്പോൾ ലിറ്റർ, സെക്കൻഡ് മുകളിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് റേസ് ടു -1. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ജനറൽ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു മോൾ റേസ് ടു 1 - n അല്ല n-1 ആണ് അല്ലേ. ഇവിടെ നോക്കിയേ, മോൾ റേസ് ടു ഇവിടെ -1 അല്ലേ വന്നത്, അപ്പൊ നോക്കിയേ സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ -1 വരണമെങ്കിൽ ഇത് വരും. അപ്പൊ ഇവിടെ എന്താ n-1 ആണ് കേട്ടോ, ലിറ്റർ റേസ് ടു n-1. അപ്പൊ മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1. ഇതാണ് എന്താ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ വേർ n ഈസ് ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ, ഏതൊരു ഓർഡറിന്റെയും എന്ത് കണ്ടുപിടിക്കാം? യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് അതിൽ ഫസ്റ്റ് ഓർഡർ ഏതാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി? നമ്മുടെ ഈ ഒരു റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ ഇത്രയും പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒത്തിരി ഡെറിവേഷനിലേക്കൊന്നും പോകണ്ട, ആദ്യത്തെ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആണ് അല്ലെ. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ റേറ്റ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ഇതെന്താണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് അല്ലെ, മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ. ഇതെന്താ? റേറ്റ് ഓഫ് എ ആണ്. ഇതെന്താ? പ്ലസ് d/dt ഓഫ്, ഇപ്പൊ ഇവിടെ ഏതാ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്? റിയാക്ഷൻ എന്ന് പറയുന്നത് എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ റേറ്റിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് എഴുതാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ റേറ്റിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? K1 ഇൻറ്റു എ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് എഴുതാം. ആണല്ലോ. K1 എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഓർഡർ ഓഫ് ഫസ്റ്റ്, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ K1 എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ഇവരെ തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഏതിനെയൊക്കെ? മൈനസ് dA/dt ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ഇനി നമുക്ക് ഒരേപോലെയുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. നോക്കി, മൈനസ് dA/A ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു dt. ഓക്കെ ആണോ? ഇനി ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ദിസ് ആൻഡ് ദിസ് ബിറ്റ്വീൻ ദ ലിമിറ്റ്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C0 ടു C ആണ്. ടൈം എന്ന് പറയുന്നത് ടൈം ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു t ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ dA/A. എന്താ ഇന്റഗ്രൽ dA/A എന്ന് പറയുന്നത്? ലോഗ് എ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് ln a ബിറ്റ്വീൻ ദ ലിമിറ്റ് C0 ടു C ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ? K1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ K1 ഇൻറ്റു ഇന്റഗ്രൽ, സോറി ഇന്റഗ്രൽ പോയി, K1 ഇൻറ്റു ഇന്റഗ്രൽ dt എന്താണ്? t ആണ് അല്ലെ. ഇന്റഗ്രൽ dt എന്ന് പറയുന്നത് t ആണ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു t. അപ്പോൾ എന്താ ലിമിറ്റ് കൊടുക്കാം? ലിമിറ്റ് എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലോ. അപ്പോൾ മൈനസ് ln, അപ്പർ ലിമിറ്റ് എന്താ? c മൈനസ് ln C0 ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു t അല്ലെ. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് 0 ആയി പോകും. ഇനി നോക്കി, ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ വരുന്നത്? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് a/b ആണ് അല്ലെ. മൈനസ് ln C/C0 ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു t. ഈ മൈനസിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഈ ലോഗിനകത്ത് കിടക്കുന്ന ആൾക്കാരെ തിരിച്ചിട്ടാൽ മതി അല്ലെ. അപ്പൊ എന്ത് വരും? ln C/C
ln C0/C ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു ടി ആണല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളുടെ എന്തായിട്ട് വരുന്നത്, ഈ ഒരു ഇക്വേഷൻ ആണ് എന്താ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ നെഗറ്റീവ് സൈഡിന് നമുക്ക് അപ്പുറത്തേക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ എന്താ C/C0 ഈസ് ഈക്വൽ ടു -K1 ഇൻറ്റു ടി എന്ന് എഴുതാം ആണല്ലോ. അപ്പൊ എന്താ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ, ln C/C0 ഈസ് ഈക്വൽ ടു -K1 ഇൻറ്റു ടി. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതിൽ നിന്ന് എന്താ റേറ്റ് കോൺസ്റ്റന്റ് K1 ആണ് അല്ലെ. K1ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, K1 ഈസ് ഈക്വൽ ടു ടി എന്ത് വരിക, ഇനി ഇപ്പുറത്ത് കൊണ്ടുവരിക ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T. K1ന് മാത്രമേ കൊടുത്തുള്ളൂ, അപ്പൊ എന്തുണ്ട്, ഒരു മൈനസും കൂടെ ഉണ്ട് അല്ലെ. മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് ഇങ്ങനെ ഇപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് മൈനസ് മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ലോഗിനെ തിരിച്ചിടുന്നു. അപ്പൊ എന്താ 1/T ln C0/C. ഇനി ഇതെന്താ, നാച്ചുറൽ ലോഗരിതം അല്ലേ. നാച്ചുറൽ ലോഗരിതത്തിനെ ലോഗ് ടു ദ ബേസ് 10 ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, 2.303 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 2.303 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും, K1 ഈസ് ഈക്വൽ ടു 2.303/T log C0/C, where C0 is the initial concentration and C is the final concentration. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി, നമുക്കൊരു പ്രോബ്ലമോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അത് വന്ന വഴി ഓർത്തില്ലെങ്കിൽ പോലും എന്ത് ചെയ്താൽ മതി, ഈ ഒരു കെമിക്കൽ ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. എന്താ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ഇക്വേഷന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ എന്താ, K1 is equal to 2.303/T log C0/C. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷന്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇഫ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് A ഈസ് A, അപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്താണ്, A ആണ്. ആൻഡ് X moles per liter of reactant react at time T. അപ്പോ when T is equal to 0, ടൈം 0 ആവുന്ന സമയത്ത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A ആണ്. അത് കഴിഞ്ഞ് ടൈം ടി ടൈം ആയി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് എക്സ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് ആയിട്ട് മാറി. ബാക്കി എത്രയായിരിക്കും കാണുന്നത്, A-X ആണ്. എന്താ A-X ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A ആണ്, ഫൈനൽ കോൺസെൻട്രേഷൻ A-X ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേറ്റ് ഇക്വേഷൻ എങ്ങനെ മാറും, റേറ്റ് K1 ഈസ് ഈക്വൽ ടു 1/T ln മുകളിലാരാ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C0 അല്ലേ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എത്ര A ആണ് ബൈ A-X ആണ്. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, നമ്മുടെ ലോഗ് ടു ദ ബേസ് 10 ആക്കാൻ വേണ്ടിയിട്ട് K1 ഈസ് ഈക്വൽ ടു 2.303/T log A/A-X. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ K1 ഈസ് ഈക്വൽ ടു 2.303/T log C0/C. ഇത് രണ്ടും എന്താ, സെയിം ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓർഡർ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ. ഇനി ഇതിന്റെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫും കൂടെ നമ്മൾ നോക്കണം. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫുകളാണ്. ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഇത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്, ഇതെന്താ റേറ്റ് ആണ്. നമുക്ക് എന്താ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ടൈമും കോൺസെൻട്രേഷൻ, ടൈം ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് കോൺസെൻട്രേഷൻ ഓൺ ദി വൈ ആക്സിസ് ആണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു കർവ്ഡ് ലൈൻ ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ കോൺസെൻട്രേഷൻ ബൈ ടൈം, ഇവിടെ എന്താ അറ്റ് 0 ടൈമിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ 0 ആയിരുന്നു, എന്നാൽ റിയാക്ടന്റ് മാക്സിമം ആണ്.
അത് കഴിഞ്ഞ് ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. ഇതാണ് പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും കൂടെ ഉള്ള ഒരു ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കി, നമ്മൾ എടുത്ത ln അല്ലെ, ലോഗ് എ എടുത്തല്ലേ, അപ്പൊ ലോഗ് എ വേഴ്സസ് ടൈം, അതിന്റെ എന്താ നമുക്കൊരു ഇൻക്ലൈൻഡ് ലൈൻ ആണ് കിട്ടുന്നത് വിത്ത് സ്ലോപ്പ് -k. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫുകൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് റേറ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നോക്കിയാൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ലെസ് സബ്സ്റ്റൻസ് ഓർ സ്ക്വയർ ഓഫ് ദ, ദാറ്റ് മീൻസ് എന്താ, റേറ്റ് ലോ എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 2 വന്നു, രണ്ടെണ്ണം കൂട്ടുമ്പോൾ 2 വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും 2 വരാം. ഇവിടെ 2 വരികയാണെങ്കിൽ അതാണ് എന്താ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ 2 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ബോത്ത് റിയാക്ടന്റ് ആർ സെയിം, 2 റിയാക്ടൻസും സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ എന്ന് എഴുതാം ആണ്. അപ്പൊ ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K2 is equal to 1/T x/a into a minus x. അപ്പൊ ഇതായിരിക്കും എന്താ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, വേർ എ ഈസ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, എ മൈനസ് എക്സ് ഈസ് ദ ഫൈനൽ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പാറ്റേണിൽ നടക്കുന്ന സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഹൈഡ്രോളിസിസ് ഓഫ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ബൈ അക്വസ് ആൽക്കലി. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിനെ എന്ത് ചെയ്യുക, അക്വസ് ആൽക്കലി കൊണ്ട് എന്ത് ചെയ്യുക, ഹൈഡ്രോളിസിസ് ചെയ്യുക. അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടോ, ആൽക്കൈൽ ഹാലൈഡിന്റെ റിയാക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ റിയാക്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ CH3 CH2 Cl, ഇതെന്താ 2 മോളിക്കൂൾ എടുത്ത് ഇവിടെ നമ്മൾ NaOH എടുക്കുകയാണെങ്കിൽ എന്തായിട്ടാണ് മാറുന്നത്, ഇവിടുന്ന് NaCl അങ്ങ് പുറത്ത് പോയിട്ട് CH3 CH2 OH ആയിട്ട് വരും അല്ലേ. അപ്പൊ അതുപോലെ ഈ ഒരു റിയാക്ഷൻ, അപ്പൊ ഇതിന്റെ റേറ്റ് എന്ത് നമുക്ക് എങ്ങനെ എഴുതാം, CH3 CH2 Clനെയും NaClനെയും കൂടെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ് ആണല്ലോ. അപ്പൊ എന്താ, ഇവിടെ സാപ്പോണിഫിക്കേഷൻ ഓഫ് എസ്റ്റർ ആണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യാം, നമ്മുടെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് റിയാക്ടന്റ് വിത്ത് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് രണ്ടും ഒരേ ആൾക്കാരായിരുന്നു നമ്മളുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയോ ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ടന്റ് ആണ് ഇവിടുത്തെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. നോക്കിയേ, എയും ബിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് എഴുതാം. റേറ്റ് എങ്ങനെ എഴുതാം, ഒന്നെങ്കിൽ റേറ്റ് എങ്ങനെ എഴുതാം, റേറ്റിലോ വെച്ചിട്ട് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും, K2 ഇൻറ്റു T ഈസ് ഈക്വൽ ടു 1/a മൈനസ് ബി ln b ഇൻറ്റു a മൈനസ് എക്സ് ബൈ a ഇൻറ്റു ബി മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ 2 പേരുടെയും കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ആളുടെ എയുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എയും ഫൈനൽ കോൺസെൻട്രേഷൻ a മൈനസ് എക്സുമാണ്, ബിയുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബിയും ഫൈനൽ കോൺസെൻട്രേഷൻ ബി മൈനസ് എക്സും ആണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും കൂടെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ, K2T ഈസ് ഈക്വൽ ടു 1/a മൈനസ് ബി ഇൻറ്റു ln b ഇൻറ്റു a മൈനസ് എക്സ് ബൈ a ഇൻറ്റു ബി മൈനസ് എക്സ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ 2 ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതെന്താ 3 ഓർഡർ റിയാക്ഷൻ. 0 ഓർഡർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 3 ഓർഡർ റിയാക്ഷൻ്റെയും കൂടെ ഗ്രാഫ് ഒരൊറ്റ റെപ്രസെൻറ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. നോക്കിയാൽ 0 ഓർഡർ റിയാക്ഷൻ ഇവിടെ കോൺസെൻട്രേഷൻ ആണ് ബൈ ടൈം ആണ്. ഇവിടെ എന്താ, ഇത് റേറ്റ് ബൈ ടൈം ആണ്, റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ.
റേറ്റ് കോൺസെൻട്രേഷൻ ഗ്രാഫ്. അപ്പോൾ എന്താ, ഇത് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫാണ്, ഇത് റേറ്റ് കോൺസെൻട്രേഷൻ ടൈം ആണ്. അത് രണ്ടിൻ്റെയും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇവിടെ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയോ, ഇതും കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ആണ്, ഇത് റേറ്റ് കോൺസെൻട്രേഷൻ ഗ്രാഫ് ആണ്. ഇവിടെ എന്താ കിട്ടുന്നത്, ഇതൊരു കർവ്ഡ് ലൈനാണ് കിട്ടുന്നത്. ഇവിടെയോ ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് ആണേ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെയോ സിമിലർ ടു ഫസ്റ്റ് ഓർഡർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയോ ഇവിടെ ഒരു ഇൻക്ലൈൻഡ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ഫസ്റ്റ് ഗ്രാഫ് അല്ലെ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. അപ്പോൾ ഇതാ റേറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. K0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ടേമിനെ, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0 ആണ് ഇവിടെ വരുന്നത്. എ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു K0t അല്ലെങ്കിൽ K0 ഇസ് ഈക്വൽ ടു x/t. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വേർ എക്സ് എന്ന് പറയുന്നത് എന്താ, ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. C0 മൈനസ് C ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കണം, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, എല്ലാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസും എന്താണ്, സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫസ്. പ്ലാറ്റിനം സർഫസിൽ അമോണിയത്തിൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതാണ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് ആണ്. ഓക്കെ, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. എന്താ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, നമ്മൾ ആദ്യം എടുക്കുന്ന കോൺസെൻട്രേഷനേക്കാൾ നേരെ പകുതിയാകാനുള്ള ടൈം. ഫോർ എക്സാമ്പിൾ, ദ ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ഓഫ് ദ റിയാക്ഷൻ ടു ബി കംപ്ലീറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ 50 ഗ്രാം റിയാക്ടൻ്റ് എടുത്തു. 50 ഗ്രാം റിയാക്ടൻ്റ് എടുത്തു. ഈ 50 ഗ്രാം അതിൻ്റെ നേർ പകുതി എത്രയാകണം, 25 ഗ്രാം ആകണം. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പകുതി കംപ്ലീറ്റ് ആയില്ലേ. അപ്പോൾ 50 ഗ്രാം എന്നുള്ളത് 25 ഗ്രാം ആയിട്ട് മാറാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദ ടൈം റിക്വയർഡ് ഫോർ 1/2 ഓഫ് ദ റിയാക്ഷൻ ടു ബി കംപ്ലീറ്റഡ്. 1/2 ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ ഹാഫ് ലൈഫിനും സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നിട്ട് എന്താ ഏത് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ആണെന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ A0/2K ആണ് അതിൻ്റെ എന്ത് ഹാഫ് ലൈഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ A0/2K. വേർ T ഹാഫ് എന്ന് പറയുന്നത് എന്താ, ഹാഫ് ലൈഫ് പീരീഡ് ആണ്. K എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഇതെന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T ഹാഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ബൈ റേറ്റ് കോൺസ്റ്റന്റ്. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T ഹാഫ് എന്ന് പറയുന്നത് എന്താണ്, 0.693/K ആണ്. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെയോ T half is equal to 1/K into concentration of A0 ആണ്. ഇതാണ് T ഹാഫിൻ്റെ 3 ഇക്വേഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇത് സിലബസിൽ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ആ ഒരു ഫോമുലയും സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഫോമുലയും. അപ്പോൾ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തേർഡ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും സീറോ ഓർഡർ ഹാഫ് ലൈഫ് പീരീഡും കൂടെ നോക്കണം. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു ഹാഫ് T. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതാം, K ഈസ് ഈക്വൽ ടു 1/2T ഇൻറ്റു 1/A-X ദ ഹോൾ സ്ക്വയർ മൈനസ് 1/A². എന്താ വരുന്നത്, K ഈസ് ഈക്വൽ ടു 1/2
2t 1/2t into 1/a minus x the whole square minus 1/a square. ഇതാണ് integrated rate equation for third order reaction K3. അതുപോലെ അതിന്റെ t half-ന്റെ ഇക്വേഷൻ എന്താ? t half is equal to 3/2 1/a square into k, where a is the concentration, initial concentration ആണ്. initial concentration square ഇവിടെ 3/2 ആണ്. അപ്പോൾ ഇതാണ് t half of this reaction equation. അപ്പോൾ ഫസ്റ്റ് 0, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 4 ഇക്വേഷൻ്റെയും 4 ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോയും പഠിക്കണം, ടി ഹാഫിൻ്റെ ഇക്വേഷനും അറിയാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റിയാക്ഷൻ. നമ്മുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമ്മൾ എന്തിനെ പറഞ്ഞിട്ടുണ്ട്? ടെമ്പറേച്ചറിനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് if the reaction of rate constant of a reaction at two different temperatures differ by 10 degrees Celsius. അപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നോക്കി, രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളുടെ എന്താ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകൾ. ഇവരുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളും എന്താ 10 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസത്തിൽ സംഭവിച്ചു. ഒരു കെമിക്കൽ റിയാക്ഷൻ 10 ഡിഗ്രി ഡിഫറൻസിലാണ് 10 ഡിഗ്രി ഡിഫറൻസിൽ നടന്ന കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ദിസ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദിസ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേറ്റ് കോൺസ്റ്റന്റുകളുടെ എന്താ റേഷ്യോ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഈക്വൽ ടു 2:3 ആയിരിക്കും. ഓൾവേസ് ഈക്വൽ ടു 2, അത് ഡബിൾ ആകാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് തരികയാണ്. റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 110 ഡിഗ്രി സെൽഷ്യസ്. ഇവരുടെ റേഷ്യോ എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? അത് എപ്പോഴും ഓൾവേസ് ഈക്വൽ ടു 2, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റിയാക്ഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ ഡിഫറിംഗ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് 10 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്തുള്ള രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആയിരിക്കും. ഇതിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ എന്താ? ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഏതാ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ അറീനിയസ് ഇക്വേഷൻ എന്താ പറയുന്നത്? കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. എന്താ? കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ്റ്റ് മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിൻ്റെ ഓരോ ടേമും അറിഞ്ഞിരിക്കണം. കെ എന്ന് പറഞ്ഞാൽ ആരാ? റേറ്റ് കോൺസ്റ്റന്റ്. കെ ഈസ് ദി റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഇനി എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ത് കോൺസ്റ്റന്റ്? അറീനിയസ് കോൺസ്റ്റന്റ് ആണ്. ഇനി ഇ എ എന്ന് പറയുന്നത് ആരാ? ഇ എ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ആണ്. ആ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി നമുക്ക് ആ ഒരു ഗ്രാഫ് ഒക്കെ അറിയാം അല്ലേ? എന്താ? ഇവിടെയാണ് റിയാക്ടൻസ് നിൽക്കുന്നതെങ്കിൽ ഈ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അവരെന്ത് വേണം? ഒരു മിനിമം എനർജി വേണം അല്ലേ? ഈ ഒരു മിനിമം എനർജി അച്ചീവ് ചെയ്യുന്ന മോളിക്യൂൾസിന് മാത്രമേ എന്തായിട്ട് മാറാൻ പറ്റത്തുള്ളൂ? പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ. ഈ ഒരു എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് ആക്ടിവേഷൻ എനർജി. നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഈ ആക്ടിവേഷൻ എനർജി കുറവുള്ള ഒരു പാത്തിലൂടെ ആയിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് എന്താ? കാറ്റലിസ്റ്റ് വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇ എയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇ എ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവേഷൻ എനർജിയാണ് ഇ എ എന്ന് പറയുന്നത്. ഇനി ആർ എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി ഈസ് ദി ടെമ്പറേച്ചർ. അപ്പോൾ ഒന്നുകൂടെ എഴുതാം. അറീനിയസ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി, വേർ കെ ഈസ് ദി റേറ്റ് കോൺസ്റ്റന്റ്, എ ഈസ് ദി അറീനിയസ് കോൺസ്റ്റന്റ്,
EA is the activation energy, R is the universal gas constant, and T is the temperature. ഇനി നമ്മൾ ഇതിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യാറുണ്ട്, ലോഗ് എടുക്കാറുണ്ട്. ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ ലോഗ് കെ ഈസ് ഈക്വൽ ടു, ഇവിടെ ലോഗ് എ ഇൻറ്റു ലോഗ് ബി ആണ്. അപ്പം എന്ത് വരും, ലോഗ് എ മൈനസ് ബി എന്ന് വരും അല്ലേ. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി, അപ്പോൾ ലോഗ് എ മൈനസ് ലോഗും ഇ റേസ് ടു എന്താ ഓപ്പോസിറ്റ് അല്ലേ, റിവേഴ്സിബിൾ ആണ്. സോ എന്ത് ചെയ്യും, ആ ഇ റേസ് ടുവും ലോഗും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പകരം എന്താ കിട്ടുന്നത്, നമുക്കിവിടെ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് കിട്ടും ആണോ. എന്നിട്ട് ഇവിടെ നമ്മൾ എന്തെടുക്കുക, ഇത് ഏത് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള രീതിയിലാണ് അല്ലേ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താ, 1/t ആണ്. 1/t ആണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്. y എന്ന് പറയുന്നത് ലോഗ് കെ. ഇപ്പൊ ലോഗ് കെയും 1/tയും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ബൈ ആർ ആയിരിക്കും വിത്ത് ആൻ ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് എന്തായിരിക്കും, LNA. ഇതായിരിക്കും നമ്മുടെ ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, മോഡിഫൈ ചെയ്ത് ലോഗ് ടു ദ ബേസ് 10 ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 2.303 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇതിനെ ലോഗ് കെ ഈസ് ഈക്വൽ ടു എങ്ങനെ വരാം, ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഇൻഡു ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താ അറീനിയസ് ഇക്വേഷൻ്റെ മറ്റൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അറീനിയസ് ഇക്വേഷൻ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ഇക്വേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈനറ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം പറഞ്ഞു. ഒരു എന്താണ് റേറ്റ്, ആവറേജ് റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് ലോ പറഞ്ഞു, അതിൽ നിന്ന് ഓർഡർ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു, മോളിക്കുലാരിറ്റി പറഞ്ഞു, അവിടെ നിന്ന് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് പറഞ്ഞു, പിന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ പറഞ്ഞു. ഏതിൻ്റെ, സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആൻഡ് തേർഡ് ഓർഡർ റിയാക്ഷൻ. അതുപോലെ തന്നെ T½ നമ്മൾ കണ്ടുപിടിച്ചു, സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. പിന്നെ നമ്മൾ ഒരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പറഞ്ഞു. എന്താ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് 10 ഡിഗ്രി ഡിഫറൻസിലുള്ള റേറ്റ് കോൺസ്റ്റന്റുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എത്രയായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അറീനിയസ് ഇക്വേഷൻ പറഞ്ഞു. ഇനി ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ചെയിൻ റിയാക്ഷൻ. എന്താണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, a chain reaction is defined as the reaction in which highly reactive species are formed as intermediate which carry on the reaction at a rapid rate. അപ്പോൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കുറേ റിയാക്ഷൻ അങ്ങ് നടക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒന്നിന് പുറകെ, ഇപ്പം നമ്മളുടെ എന്താ ന്യൂക്ലിയർ ഫിഷനൊക്കെ നടക്കത്തില്ലേ, ന്യൂക്ലിയർ ഫിഷനിൽ എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്, അതിങ്ങനെ മാലപ്പടക്കം പോലെ നമ്മുടെ ആറ്റം ബോംബിലൊക്കെ എന്താ ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇത്രയും ചെയിൻ റിയാക്ഷന് ഫലമായിട്ടുണ്ടാകുന്ന അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജിയാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത്, അവിടെ എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് കാൾഡ് ചെയിൻ റിയാക്ഷൻ. ഈ ചെയിൻ റിയാക്ഷൻ്റെ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റിയാക്ഷൻ ഇൻ വിച്ച് ഹൈലി റിയാക്റ്റീവ് സ്പീഷീസ് ആർ ഫോംഡ് ആസ് ഇന്റർമീഡിയറ്റ് വിച്ച് ക്യാരി ഓൺ ദ റിയാക്ഷൻ അറ്റ് എ റാപ്പിഡ് റേറ്റ്. ഓക്കെ, ഇനി ദിസ് റിയാക്ഷൻ വെയർ ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ബോർഡൻസ്റ്റീൻ. ബോർഡൻസ്റ്റീൻ ആണ് ഈ ഒരു റിയാക്ഷൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. എവിടെ നിന്നാണ് പ്രപ്പോസ് ചെയ്തത്, ഹൈ ഈൽഡ് ഓഫ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഫോട്ടോകെമിക്കൽ റിയാക്ഷന്റെ ഹൈ ഈൽഡിൽ നിന്നാണ് ഈ ഒരു ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആര് കൊണ്ടുവന്നത്, ബോർഡൻസ്റ്റീൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. ഇനി നമുക്കറിയാവുന്നതാണ് ഈ ഒരു റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷന് 4 സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, 4 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഇനിഷ്യേഷൻ ആണ്. എന്താ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ എന്താ സംഭവിക്കുന്നത്, ദ ഫോർമേഷൻ ഓഫ് ഹൈലി റിയാക്റ്റീവ് സ്പീഷീസ്.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ജസ്റ്റ് ചെയിൻ ഇനിഷ്യേഷൻ. എന്ത് ചെയ്യുന്നു? നമ്മൾ ജസ്റ്റ് ആ ഒരു റിയാക്ഷൻ ഒന്ന് തുടങ്ങി വെക്കുന്നു. അപ്പോൾ ഈ തുടങ്ങി വെക്കുന്ന സമയത്ത് ആരാ ഫോം ചെയ്യുന്നത്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ലൈക്ക് ആറ്റംസ് ഓർ ഫ്രീ റാഡിക്കൽസ്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ആണ് ചെയിൻ ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ ഉണ്ടാവുന്നത്. ഇനി എന്താന്ന് നോക്കി, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട് അല്ലേ? ഈ 2 ക്ലോറിൻ നമ്മുടെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കും. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടന്നിട്ട് ഹോമോലിറ്റിക് ഫിഷൻ നടക്കും. ഹോമോലിറ്റിക് ഫിഷൻ നടന്നിട്ട് 2 ക്ലോറിൻ റാഡിക്കൽ ആയിട്ട് മാറും. ഈ ക്ലോറിൻ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് എന്താ? ഈ ക്ലോറിൻ റാഡിക്കൽ. അപ്പൊ ഇതാണ് ചെയിൻ ഇനിഷ്യേഷൻ. ഈ റാഡിക്കലിന്റെ ഫോർമേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ സംഭവിക്കും? ഈ റാഡിക്കൽ വന്ന റിയാക്ഷൻ ഇങ്ങനെ തുടർന്ന് പൊക്കോളും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ചെയിൻ പ്രൊപ്പഗേഷൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്തു. അടുത്ത റിയാക്ഷൻ എന്താ? ചെയിൻ പ്രൊപ്പഗേഷൻ. ആരാ? നമ്മളുടെ ഈ ക്ലോറിൻ റാഡിക്കൽ വന്ന് നമ്മുടെ ഹൈഡ്രജൻ അകത്ത് വന്ന് എന്ത് ചെയ്യും? ഇടിക്കും. ഹൈഡ്രജൻ അകത്ത് വന്ന് ബൊമ്പാർഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഒരു HCl അങ്ങ് പോകും. അപ്പൊ ഇത് വന്ന് ഹൈഡ്രജൻ മോളിക്യൂളിനകത്തുള്ള ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെയും ഹോമോലിറ്റിക് ഫിഷൻ നടക്കും. ഇവിടെ നിന്നൊരു HCl അങ്ങ് പോകും. എന്നിട്ട് ബാക്കി എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ റാഡിക്കൽ ഉണ്ട്. ഈ ഹൈഡ്രജൻ റാഡിക്കൽ പോയി അടുത്ത ക്ലോറിനെ വന്ന് എന്ത് ചെയ്യും? ബൊമ്പാർഡ് ചെയ്യും. അപ്പൊ അവിടെ നിന്ന് എന്തുണ്ടാവും? അപ്പോൾ ഈ ഹൈഡ്രജൻ റാഡിക്കൽ വന്ന് ഇവിടുത്തെ ക്ലോറിൻ 2 ക്ലോറിൻ ഇപ്പോൾ ഉണ്ട്. ഈ ക്ലോറിനെ വന്ന് എന്ത് ചെയ്യും? അങ്ങ് കൊണ്ടുപോകും. ബാക്കി എന്തുണ്ടായി? ക്ലോറിൻ ഉണ്ടായി. ഈ ക്ലോറിൻ പിന്നെ എന്ത് ചെയ്യും? ഈ ഇപ്പം പറഞ്ഞ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയിൻ പ്രൊപ്പഗേഷൻ. അത് അവിടെ എത്രത്തോളം റിയാക്റ്റൻസ് അവൈലബിൾ ആണോ ആ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് എല്ലാം എന്ത് നടക്കും? ഈ ചെയിൻ പ്രൊപ്പഗേഷൻ റിയാക്ഷൻ നടക്കും. ഈ ക്ലോറിൻ ചെന്ന് അടുത്ത ഹൈഡ്രജനുമായിട്ട് ബൊമ്പാർഡ് ചെയ്തിട്ട് HClഉം H റാഡിക്കലും ഉണ്ടാവും. ഈ H റാഡിക്കൽ അടുത്ത ക്ലോറിനുമായിട്ട് ചെയ്ത് പിന്നെയും HClഉം Cl റാഡിക്കൽ ഉണ്ടാവും. അങ്ങനെ ഈ റിയാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ 2 സ്റ്റെപ്പ് പറഞ്ഞു. എന്തൊക്കെയാ? ഒന്നാമത്തത് ചെയിൻ ഇനിഷ്യേഷൻ. അവിടെ എന്താ ഉണ്ടാവുന്നത്? ഫ്രീ റാഡിക്കൽ ആണ് ഉണ്ടാകുന്നത്. എങ്ങനെ? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറുന്നു. അടുത്ത റിയാക്ഷനിൽ എന്ത് ചെയ്യും? ഈ ഫ്രീ റാഡിക്കൽ വന്ന് നമ്മൾ റിയാക്റ്റന്റ് മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ചെയിൻ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയിൻ ട്രാൻസ്ഫർ റിയാക്ഷൻ ആണ്. ചെയിൻ ട്രാൻസ്ഫർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ സം ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ദ initial chain carriers are consumed and new chain carriers are generated by the reaction with some existing molecules. This step, അപ്പോൾ ഇവിടെ കണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് എന്തായിരുന്നു? ക്ലോറിൻ ആയിരുന്നു ചെയിൻ ഇനിഷ്യേഷന്റെ റാഡിക്കൽ. ഈ ക്ലോറിൻ എന്ത് ചെയ്തു? നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടായി? ഇവിടെ ഹൈഡ്രജൻ റാഡിക്കൽ ഉണ്ടായി. പിന്നെ അടുത്ത ചെയിൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാ? ഈ ഹൈഡ്രജൻ റാഡിക്കലാണ് അല്ലെ? അപ്പൊ ഈ ഹൈഡ്രജൻ റാഡിക്കൽ അടുത്ത ക്ലോറിനുമായിട്ട് ചേർന്ന് HClഉം ക്ലോറിൻ റാഡിക്കലുമായിട്ട് മാറി. അപ്പൊ പിന്നെ ക്ലോറിൻ ഉണ്ടായി. അപ്പൊ ഈ ഒരു 1 and 2 ഈ ചെയിൻ പ്രൊപ്പഗേഷന്റെ ഈ 2 സ്റ്റെപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ട്രാൻസ്ഫർ. ഇവിടുത്തെ ആ ഒരു ചെയിൻ ട്രാൻസ്ഫർ എന്താ? ആദ്യം ഹൈഡ്രജനായി മാറി. ഇവിടുത്തെ ക്ലോറിൻ ആദ്യം വന്ന് ഹൈഡ്രജനെ റാഡിക്കലായിട്ട് മാറ്റി. അത് കഴിഞ്ഞ് ഹൈഡ്രജനാണ് എന്ത് നടക്കുന്നത്? ആ ഒരു ചെയിൻ എന്ത് ചെയ്തു? പിന്നെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ അത് എന്തിലോട്ട് മാറ്റി? ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഈ റാഡിക്കൽ ഷിഫ്റ്റ് ആണ് എന്താ ഈ ഒരു ചെയിൻ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ 1 and 2 ഈ 2 സ്റ്റെപ്പുകളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ട്രാൻസ്ഫർ സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ചെയിൻ ടെർമിനേഷൻ. ചെയിൻ ടെർമിനേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് when there is no more molecules of the reactant to be converted. നമുക്ക് ഇനി റിയാക്റ്റന്റ് ഒന്നും പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനില്ല. എല്ലാ റിയാക്റ്റന്റിന്റെയും റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? The active chain carriers are converted to non-active molecular species. ഈ ആക്റ്റീവ് ആയിട്ടുള്ള ചെയിൻ കാരിയേഴ്സ് എന്തായിട്ട് മാറും? നോൺ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ്. അപ്പോൾ ആരൊക്കെയായിരുന്നു നമ്മളുടെ ചെയിൻ ആക്ടിവേറ്റേഴ്സ്? ഹൈഡ്രജൻ റാഡിക്കൽ അല്ലേ? അപ്പോൾ ആരെ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 2 ഹൈഡ്രജൻ റാഡിക്കളൂടെ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ട് അങ്ങ് മാറും. അതുപോലെ 2 ക്ലോറിൻ റാഡിക്കൽ ചേർന്നിട്ട് എന്തായിട്ട് മാറും?
ക്ലോറിൻ മോളിക്യൂളായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും കൂടെ ചേർന്നിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു ഫ്രീ റാഡിക്കൽ എല്ലാം കൺസ്യൂം ചെയ്ത് അങ്ങനെ ആ ഒരു റിയാക്ഷൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ചെയിൻ റിയാക്ഷനകത്ത് എത്ര ടൈപ്പ് റിയാക്ഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്? 4 സ്റ്റെപ്പാണ്. ഏതൊക്കെയാ? ചെയിൻ ഇനിഷ്യേഷൻ, അതിനകത്ത് എന്താ ഫോം ചെയ്തത്? റാഡിക്കൽസ് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ചെയിൻ പ്രൊപ്പഗേഷൻ, എന്ത് ചെയ്തു? ആ റാഡിക്കൽ വന്ന് നമ്മുടെ റിയാക്റ്റന്റ് മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെയിൻ റിയാക്ഷൻ എന്ത് ചെയ്തു? പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഈ ചെയിൻ പ്രൊപ്പഗേഷന്റെ ഈ 2 സ്റ്റെപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ട്രാൻസ്ഫർ സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ചെയിൻ ടെർമിനേഷൻ. ചെയിൻ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഇനി റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഒന്നും ബാക്കിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ദി ആക്റ്റീവ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് നോൺ ആക്റ്റീവ് മോളിക്യൂൾസ് ആയിട്ട് മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൈനറ്റിക്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.